വെൽക്കം. ഞാൻ ഈ ഗ്ലോബൽ സ്കൂൾ ലൈഫ് ലൈൻ ഗ്ലോബൽ സ്കൂളിൻ്റെ സ്വല്പം വിശദാംശങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഗ്ലോബൽ സ്കൂളിന് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പല രാജ്യത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷവും ഒരു സീനിയർ ലെവലിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വളരെ സക്സസ്ഫുള്ളായിട്ട് കേരളം കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു നാട്ടുമ്പുറത്തെ അല്ലെങ്കിൽ ഒരു സെമി അർബൺ ഏരിയയിലുള്ള ഒരു CBSE സ്കൂളിൽ പഠിക്കുന്ന കുട്ടി ലോകത്തിലുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റി അവരറിയുന്നില്ല. പ്രത്യേകിച്ച് മൈൻഡിൻ്റെ വലിയ കഴിവും മൈൻഡിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം, മൈൻഡ് പവറിനെ കുറിച്ച്, ഇല്ലെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കുന്ന സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള രീതികൾ, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്തുള്ള കുടുംബത്തിനകത്ത് മാതാപിതാക്കളുമായിട്ട്, ഫ്രണ്ട്സുമായിട്ട്, എംപ്ലോയീസുമായിട്ട്, പാർട്ട്നേഴ്സായിട്ട്, അതുപോലെ ഇണയുമായിട്ട്, ഇങ്ങനെയുള്ള സ്കില്ലുകളൊക്കെ നമുക്ക് ഒത്തിരി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എസെൻഷ്യൽ കാര്യങ്ങൾ പലതും കുട്ടികൾക്ക് കിട്ടാത്തതുകൊണ്ട് കുട്ടികൾ ആദ്യമേ ഇതിനകത്ത് നമ്പർ 1 പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ഉപയോഗിക്കാനായിട്ട്, നല്ലതുപോലെ എഴുതാൻ, നല്ലതുപോലെ സംസാരിക്കാൻ, പബ്ലിക് സ്പീക്കിംഗ് ഉൾപ്പെടെയുള്ള ഈ ഒരു കഴിവ് വരുത്തുക എന്നുള്ളതാണ് നമ്പർ 1. അതുകൂടാതെ അവർക്ക് വേറെ കുറേ കാര്യങ്ങൾ നമ്മളത് ഒന്നാമത് ടൈം മാനേജ്മെൻറ്റ്, ഗോൾ സെറ്റിംഗ്, അവരുടെ യഥാർത്ഥ കഴിവുകൾ കണ്ടെത്തിയിട്ട് അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള അവരുടെ പാഷനും ടാലൻസും വെച്ചിട്ട് എല്ലാ ഫ്യൂച്ചർ ചാലഞ്ചസ് നേരിടാനായിട്ട് പറ്റുന്ന രീതിയിൽ അവരെ ആക്കുക. സ്റ്റാൻഡേർഡ് 5th മുതൽ 11th വരെയാണ്. 12th അവർക്ക് എൻട്രൻസും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ മൾട്ടി സെൻസറി ആക്സിലറേറ്ററി ലേണിംഗ് വഴി എത്ര പെട്ടെന്ന് അവർക്ക് പഠിക്കാനായിട്ട് പറ്റും, ഒരിക്കലും അവർ മറന്നു പോവില്ല. ഇതിനകത്ത് ടീച്ചേഴ്സിനൊക്കെ ഞാൻ തന്നെ പ്രത്യേകമായിട്ട് ട്രെയിനിങ് എടുത്ത്, ടീച്ചേഴ്സിന് തന്നെയാണ് ഏറ്റവും നല്ല സെലിബ്രിറ്റി ടീച്ചേഴ്സിനെ എടുത്തിട്ട് നമ്മുടെ സിലബസിലേക്കും നമ്മുടെ രീതിയിലേക്കും ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു ടീച്ചറിനെ വെച്ച് നമുക്ക് എടുക്കാം. അവിടുത്തെ നല്ല ആക്സൻ്റുള്ള നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ട് അവർക്കുള്ള റെമ്യൂണറേഷനും നമ്മളിവിടുന്ന് പേ ചെയ്യുമായിരിക്കും. അവിടുന്ന് ഓരോ സ്കൂളുകാരോട് PTA ആയിട്ടും പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്ററൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം സർക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ട് അവർ വളരെ ഹാപ്പി ആണെങ്കിൽ അവരോട് നമുക്ക് ഒരു വെബിനാറിൽ പങ്കെടുക്കാൻ പറയാം. വെബിനാറിൽ അതിൻ്റെ സാധ്യത കണ്ടിട്ട് അവർക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ അവർക്ക് പങ്കെടുക്കാം. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുന്നത് ലൈഫ് ലൈൻ ഇപ്പോൾ B2B ആണ്, നമ്മൾ നേരിട്ട് കുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമുക്കിതിനിടയ്ക്ക് ഒരു സ്ഥാപനം ഉണ്ടാകും. ആ സ്ഥാപനമാണ് അതിൽ നിന്ന് വരുന്ന നമ്മൾ അക്കാഡമിക് കോർഡിനേറ്റേഴ്സ്, അവർ സ്കൂളുകളുമായിട്ട് സംസാരിച്ച് അവിടെ അവരിത് കാണിച്ച് ആദ്യമേ തന്നെ ഈ ക്ലാസ് എന്താണെന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ അത് കൊടുക്കണം. അത് എന്താണ് ഈ ക്ലാസ്സിനെ കുറിച്ച്, ഗ്ലോബൽ സ്കൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ചൊരു വീഡിയോ കൊടുക്കണം. അത് കഴിഞ്ഞ് ഏതൊക്കെ ക്ലാസ്സുകാരാണ്, അവർക്ക് എന്തൊക്കെയാണ് മെച്ചം, സ്കൂളിന് എന്താണ് മെച്ചം, അവിടെ നിന്ന് പഠിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ടീച്ചറിന് ആ സ്കൂളിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കൂളിൽ നിന്നാണ്. കേരളം മുഴുവനുള്ള സ്കൂളുകളിൽ നിന്ന് നമ്മൾ താല്പര്യമുള്ളവരെ മാത്രം, അതും ഇൻ്റർവ്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്, താല്പര്യമുള്ളവരെ മാത്രം പറഞ്ഞ് മനസ്സിലാക്കി ഇതിൻ്റെ എല്ലാ സാധ്യതയും പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ നല്ല സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യും. പിന്നെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യും. പാരൻസുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ്, പിന്നെ അവരുടെ എത്തിക്കൽ വാല്യൂസിൽ വളരെ ഹയസ്റ്റ് രീതിയിലായിട്ട് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, പഞ്ച്വാലിറ്റി, ടൈം മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും കുട്ടി വളരെ വെൽ ട്രെയിൻഡ് ആവും. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം കൊണ്ട് തന്നെ 1 month കുട്ടി ഇരുന്നിട്ട് ശേഷം കുട്ടിക്ക് തീരുമാനിക്കാൻ വേണോ വേണ്ടിയെന്ന്. ആദ്യത്തെ ഇതിനകത്ത് കുട്ടിക്ക് ഒരു പ്രോഗ്രാമിൽ വെബിനാറിൽ പാരൻസും കുട്ടികളും ഇരിക്കാം. ഇരുന്നിട്ട് നമുക്കൊരു മാസം 2500 rupees മാത്രമേ ഇതിന് അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. ഒരു വർഷം വരുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം കൂടെ 30,000 മാത്രമേ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുള്ളൂ. നമുക്ക് നമ്മുടേതായ സിലബസ് ഉണ്ട്. ടീച്ചേഴ്സ് ട്രെയിനിങ് ഞാൻ നേരിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, ആ ടീച്ചേഴ്സായിരിക്കും. പിന്നെ ഒരുപാട് ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ആ ലേണിങ്ങിലൂടെ അവർക്കത് എടുത്ത് പഠിക്കാനായിട്ട് പറ്റും. ഇതുകൂടാതെ നമ്മൾ ഗ്ലോബലി നമ്മൾ പാർട്ട്ണർ ചെയ്തിട്ടുള്ള ചില ഓർഗനൈസേഷൻസിൻ്റെ ട്രെയിനിങ് ഉണ്ട്. ഇതും അല്ലാതെ ജീവിതത്തിൽ എക്സ്ട്രാ സക്സസ്ഫുള്ളായിട്ടുള്ള പലരും നമുക്ക് ഓൺലൈനിൽ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്കൊരു ഗ്ലോബൽ എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അക്കാഡമിക് കോർഡിനേറ്ററായിട്ട് വരുന്ന ആൾക്കാർ
ജില്ലാ തലത്തിൽ എല്ലാ ജില്ലയിലും നമുക്ക് ഓഫീസ് ഉണ്ടാകും. അപ്പോൾ ജില്ലാ തലത്തിലുള്ള സ്കൂളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ആദ്യം ഒരു വീഡിയോ കൊടുത്ത്, രണ്ടാമതൊരു വീഡിയോ കൊടുത്ത്, മൂന്നാമതൊരു വീഡിയോ കൊടുത്ത്, നാലാമതൊരു വീഡിയോ കൊടുത്ത്, ഇങ്ങനെ കൊടുത്തിട്ടാണ് നമ്മൾ അത് ഫൈനൽ ചെയ്ത് വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് അവർ വെബിനാറിലേക്ക് കയറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എൻ്റെ ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. ഗ്ലോബൽ സ്കോളർ എന്നാണ് ആ ബുക്കിൻ്റെ പേര്. അതിനകത്ത് 9 പുസ്തകങ്ങളുണ്ട്. അത് എല്ലാം തന്നെ സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ളതാണ്. അപ്പം ഈ ക്ലാസ് നടത്തുന്ന ഏജൻസിയെക്കുറിച്ചുള്ള ക്രെഡൻഷ്യൽസ് എന്താണെന്ന് വെച്ചാൽ ബുക്കുകൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ബ്രാൻഡുണ്ട്, ഓൺലൈനിൽ ഇതുണ്ട്. ഇത് കൂടാതെ ഈ ഒരു കാര്യം കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ഈ ബുക്കിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇപ്പോൾ തരുന്നുണ്ട്. ആ ബുക്ക് നമുക്ക് സ്കൂളുകൾക്ക് കൊടുക്കാം. ആ ബുക്ക് സ്കൂളിൽ അവർ നോക്കിയിട്ട് ആ ഒരു ബുക്ക് വേണേൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതുകൂടാതെ പുറകെ നമ്മൾ തന്നെ നേരിട്ട് നടത്തുന്ന ഈ ഒരു ഹയർ ലെവൽ ക്ലാസ്സിലേക്ക് അവിടെ നിന്നൊരു ടീച്ചർ നമ്മൾ പേ ചെയ്താണ്, ടീച്ചർ ഉൾപ്പെടെ നമ്മൾ എടുത്തുകൊണ്ട് കുട്ടികൾക്കും കൂടെ വരാനായിട്ടുള്ളൊരു സൗകര്യം നമുക്കുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ സ്കൂളുകളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്റേഴ്സാണ്. അപ്പം പിന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ട്രെയിനിങ് ഞാൻ തരുന്നുണ്ടായിരിക്കും. എങ്ങനെയാണ് ഇത് അവതരിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നമ്മളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഒന്നിച്ചായിട്ട് ഞാൻ ട്രെയിനിങ് നൽകുന്നതായിരിക്കും. അപ്പോൾ വളരെ ഈസി ആയിട്ടായിരിക്കും ഓപ്പറേഷൻ. കാരണം കഴിവതും നമ്മൾ വീഡിയോയിലൂടെയും വാട്സപ്പിലൂടെയും ടെലഗ്രാമിലൂടെയൊക്കെ ആയിരിക്കും നമുക്ക് ഈസി ആയിട്ട്. നമ്മൾ വീമിയോ എന്ന് പറയുന്നൊരു മാർഗം കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം ഒരു ഹൈ എൻഡ് രീതി കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഇതിനിടയ്ക്ക് വരുന്ന അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വളരെ റെക്കഗ്നേഷനുള്ള ഒരു സ്ഥാനമാണ്. നിങ്ങൾക്ക് നല്ലൊരു ഇൻകം കിട്ടും, വളരെ നല്ലൊരു ഇൻകം കിട്ടും. സ്കൂളുകളുമായിട്ട് നല്ലൊരു ബന്ധം വരും. പിന്നെ ആ ഒരു ഏരിയ തിരിച്ച് പിന്നെ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്ന കമ്പനിക്ക് അത് തീരുമാനിക്കാം. ഏരിയ അനുസരിച്ച് തീരുമാനിച്ച് നിങ്ങൾക്ക് അപ്പോൾ ചെറുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വേസ്റ്റായി പോകുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, വെറുതെ പോകുന്നതല്ല. കൂടുതലും നമ്മൾ ആ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റിനെയൊക്കെ വിളിച്ച് സംസാരിച്ച് അവരുമായിട്ട് ഇതെല്ലാം കൊടുത്തതിന് ശേഷം ഒരു മീറ്റിംഗ് മതി, ആദ്യം വേണമെന്നില്ല. എന്തായാലും ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി, എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു മേക്ക് മണി ആൻഡ് ഹാവ് എ വാല്യുബിൾ കരിയർ and relevant career. All the best.